അവിടെ സംസാരിക്കണമെന്ന് തോന്നിയാൽ നീ പിന്നെ ആ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ്, നമ്മൾക്കും അതുപോലെ തന്നെ നിനക്ക് ഉണ്ടാകുന്ന നല്ല കാര്യമായാലും മോശം കാര്യമായാലും ഇപ്പം നിനക്കൊരു പാപാവസ്ഥ വന്നു, അപ്പം നീ നിൻ്റെ ദൈവത്തോട് പറയണം, എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയണത്. അത് എന്നിട്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ ദൈവത്തിന് അറിയാൻ പാടില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന് അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അറിയാമെങ്കിലും നീ ഇപ്പം നിൻ്റെ അമ്മയ്ക്ക് അല്ല അപ്പന് നിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കൂട്ടുകാരൻ നിൻ്റെ അവസ്ഥ അറിയാം എങ്കിലേ നമ്മൾ അവരോട് സംസാരിക്കുമല്ലോ ആ വിഷയം. അതുപോലെ തന്നെ ദൈവത്തോട് തന്നെ സംസാരിക്കണം, പക്ഷേ ഭയം വേണം. പുറപ്പാട് 33:11 സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. നമ്മൾ എങ്ങനെ ദൈവത്തോട് അടുത്താൽ റവറൻസ് കീപ്പ് ചെയ്യണം, റവറൻഷ്യൽ ഫിയർ കീപ്പ് ചെയ്യണം. അതുകൊണ്ട് ഇനി മുതൽ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. ദൈവത്തിൻ്റെ ഈ വിഷയത്തിൽ യഥാർത്ഥ ബോധത്തിൽ ഇടപെടും. എന്ത് വിഷയമുണ്ടെങ്കിൽ യഥാർത്ഥ ബോധത്തോടെ നീയും ദൈവത്തോട് സംസാരിക്കണം.